ക്ലേ കൊണ്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ട്രിങ്കറ്റ് ബോക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മീഷോയിൽ നിന്ന് ക്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പോയപ്പോൾ കുറച്ചധികം ക്ലേ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 90 രൂപയുള്ളൂ ഈ ക്ലേന്. ഇവിടെയാണെങ്കിൽ ക്ലേന് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചാൽ ഭയങ്കര സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ 90 രൂപയ്ക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞാൻ ഒരെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ ഞാൻ കുറച്ചധികം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലേ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നന്നായിട്ട് ഉരുട്ടി പരത്തി എടുക്കണം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് എന്തെങ്കിലും ഒരു സാധനം, അതിൻ്റെ ആ ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം സൈഡിൽ വെച്ച് കൊടുത്താൽ നമ്മൾ പരത്തുമ്പോൾ കറക്റ്റ് ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 MDFൻ്റെ ഇതുപോലത്തെ 2 കട്ടകൾ എടുത്ത് വെച്ചു 2 സൈഡിൽ. എന്നിട്ട് പരത്തി എന്നിട്ട് ഞാൻ ഹാർട്ട് ഷേപ്പ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഹാർട്ട് ഷേപ്പ് അതിന് മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയ ശേഷം കട്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ കിട്ടി. എന്നിട്ട് ഇത് നീളത്തിൽ ഇതുപോലെ ക്ലേ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിന് കുറച്ച് അധികം ക്ലേ എടുത്ത് പരത്തിയാൽ നമുക്കതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇടയ്ക്കൊരു ചെറിയ വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. ഞാൻ അതിനെ വളച്ച് ഈ ഹാർട്ടിന് ചുറ്റിനും ഇതുപോലെ വെച്ച് കൊടുത്തു. പിന്നെ ഇതിൻ്റെ അടപ്പ് ഉണ്ടാക്കണമല്ലോ. ആ അടപ്പിൻ്റെ സൈസ് ഈ നമ്മൾ ആദ്യം എടുത്ത ഹാർട്ട് കട്ടിങ് കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ചുകൂടെ കൂട്ടി കൊടുത്തിട്ട് ഒരു ഹാർട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ പേപ്പർ വെച്ചിട്ട് നമ്മൾ പരത്തിയെടുത്ത ക്ലേയുടെ മുകളിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈസിൽ കിട്ടും. ഇനി അഥവാ പെർഫെക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉണങ്ങും മുമ്പ് ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് സൈഡിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം എനിക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം ഷേപ്പിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് പകുതി ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ ചെയ്തത്. പക്ഷെ അതുകൊണ്ട് ഇതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ലായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു പിടിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹാർട്ട് ബോക്സ് അല്ലേ, അതുകൊണ്ട് ഹാർട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു പിടി. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് നമ്മൾ കേക്കിൻ്റെ കട്ടിങ് ഷേപ്സ് കട്ട് ചെയ്തെടുക്കില്ലേ, ആ സാധനം വെച്ചിട്ട് ഒരു ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് സ്മൂത്ത് ആക്കണമല്ലോ. സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ബേസ് കോട്ട് വേണം. ബേസ് കോട്ടിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ജെസ്സോയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്താൽ മതി. അപ്പം ജെസ്സോ നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാനൊരു ലൈറ്റായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ് വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് ക്രീം കളർ, ഓറഞ്ചും കുറച്ചധികം വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം കളർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അത് നന്നായിട്ട് 1 കോട്ട് 2 കോട്ട് 3 കോട്ട് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതുപോലെ കുറേയധികം ഫ്ലവേഴ്സും ഹാർട്ടും എല്ലാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സാണ് മോസ്റ്റ്ലി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ പൂക്കളും അതുപോലെ തന്നെ ഹാർട്ടും സ്റ്റാറും എല്ലാം വരച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂക്കളുള്ളതുകൊണ്ട് 1-2 ഹണി ബീയും കൂടി ഞാൻ ഇതിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫ്രീ ഹാൻഡായിട്ട് ചെയ്തതാണ്. സ്റ്റാറും വരച്ചിട്ടുണ്ട്, അതും ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. എൻജോയ് ദ പ്രോസസ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. ഹണീബിനെയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ മുട്ട പോലെയൊക്കെ വരച്ചിട്ട് 2 ചിറകും കൂടി ബ്ലൂ കളറിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ബ്ലാക്ക് വെച്ചിട്ട് ഇതുപോലെ 2 വരയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഹണീബി റെഡിയായി കിട്ടി. പിന്നെ ലൈറ്റായിട്ടുള്ള ഗ്രീൻ വെച്ചിട്ട് ഇലകൾ സെയിം കളർ വെച്ചിട്ടാണ് ഫുൾ ഇലകളും കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നടുക്ക് ഇതുപോലെ ബ്ലാക്ക് ഓരോ ഡോട്ട്സും കൂടെ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഡോട്ട്സ് 3 കളറിൽ വെച്ചിട്ട് ഡോട്ട്സും കൂടെ ഇട്ടു. നമ്മൾ നടുക്കത്തെ ഹാർട്ട് ഇച്ചിരി എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലൊരു റെഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലതായിട്ട് 2 കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുക. നമ്മൾ സീലാക്കി വെക്കണം, സംഭവം വാട്ടർ പ്രൂഫാക്കി വെക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ട്രിങ്കറ്റ് ബോക്സ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ഞാനിതിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള ട്രിങ്കറ്റ് ബോക്സ്? അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. The moonlight, summer sky.